അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ബി എ അറബിയുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മർഹബൻ, അഹ്ലൻ വസഹ്ലൻ. അപ്പോൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ആദ്യം എനിക്ക് പറയാനുള്ളത് വളരെ സിമ്പിളായ ഭാഗങ്ങളാണ് ബി എ അറബിയിൽ നമുക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അറബിയാണല്ലോ എന്നുള്ള പേടിയോ ബേജാറോ ആരുടെയും മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ എടുത്ത് ഒഴിവാക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പാഠത്തിൻ്റെ പേര് അൽ ജുംലത്തുൽ മുഫീദ. അൽ ജുംലത്തുൽ മുഫീദ എന്ന പേര് കേൾക്കുമ്പോൾ വളരെ പ്രയാസം തോന്നുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് അൽ ജുംലത്തുൽ മുഫീദ എന്നുള്ളത്. അപ്പോൾ അൽ ജുംലത്തുൽ മുഫീദ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മീനിങ് സെൻറ്റൻസ് എന്ന് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ അത് പറയുമ്പോൾ നമുക്കതിൽ നിന്നൊരു അർത്ഥം, ഒരു ഉപകാരം നമുക്ക് കിട്ടണം. ഉദാഹരണത്തിന് നമ്മൾ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ, മലയാളത്തിൽ അവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവൻ എന്താണ്, അവനുണ്ടോ ഇല്ലേ എന്നുള്ളൊരർത്ഥം നമുക്ക് കിട്ടില്ല. പക്ഷെ അവൻ പോയി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലായി, അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവൻ പോയി എന്ന് നമ്മൾ അറബിയിലേക്ക് പറയുമ്പോൾ അറബി വ്യാകരണം അനുസരിച്ച് അതിന് പറയുന്ന പേരാണ് ജുംലത്തുൽ മുഫീദ എന്നുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠത്തിനനുസരിച്ച് അതിൻ്റെ ഘട്ടങ്ങളനുസരിച്ച് നമുക്ക് കൂടുതൽ വിവരിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ പാഠം പഠിച്ചാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? അത്തഅറുഫ് അൽ ഖവാഇദുൽ അസാസിയൽ മുതഅല്ലിഖ ബിൽ ജുമലിൽ അറബിയ. നമുക്ക് അറബി ഭാഷയുടെ അടിസ്ഥാനമായിട്ടുള്ള എല്ലാ നിയമങ്ങളും, അടിസ്ഥാനമായിട്ടുള്ള നിയമങ്ങൾ, ജുംലയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ഇതിലുണ്ടാവും. അൻ യഫ്ഹമ ബിവുളൂഹിൻ അജ്സാ അൽ കലാമിൽ അറബി. അറബി സംസാരത്തിൻ്റെ, അല്ലെങ്കിൽ അറബിയിൽ കലാം എന്ന് പറഞ്ഞാൽ സംസാരം അല്ലേ, അറബി വാക്കുകളുടെ അതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തേതായിട്ടോ മഅരിഫത്തു തർക്കീബിൽ കലിമാത്തിൽ അറബിയ വസ്തിഖ്ദാമിഹി ഫി തഹദ്ദുസി വൽ കിതാബത്തി ഇസ്തിഖ്ദാമൻ സ്വഹീഹൻ. അറബി വാക്കുകളെ നമുക്ക് സംസാരത്തിലും എഴുത്തിലുമൊക്കെ വളരെ ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ പാഠം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അത് അറിഞ്ഞിരിക്കും. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, തുഅദ്ദുൽ ലഗത്തു മിൻ അഹമ്മിൽ വസാഇല്ലത്തി യുഅ്തമദു അലൈഹൽ ബശറു ലിത്തഫാഹുമി വത്തഅബീർ വതതകവ്വനു മിൻ അൻളുമത്തിൻ ലുഗവിയ്യ. ഇപ്പോൾ ഭാഷ എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ മനുഷ്യൻ പരസ്പരം ഇടപാടുകൾ നടത്തണമെങ്കിൽ, സംസാരങ്ങൾ അവർ പരസ്പരം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഭാഷ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് പ്രത്യേക 4 വ്യത്യസ്തമായ രീതികളിലാണ് ഈ ഭാഷ ഉണ്ടാവുക. ഒന്ന് അൽ നിലാമു സൗത്തി, പിന്നെ അൻ നിലാമു നഹവി, ഫണറ്റിക്സ് എന്ന് പറയും നിലാമു സൗത്തിക് എന്ന് വെച്ചാൽ നമ്മളെ ഉച്ചാരണ രീതിയിൽ വരുന്ന സംഗതികളാണ്. അൻ നിലാമു നഹവി, നഹവ് എന്ന് പറയുമ്പോൾ ഗ്രാമർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിന് സിൻടാക്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതേപോലെ നിലാമു സർഫി, മോർഫോളജി എന്ന് പറയുമ്പോൾ, നിലാമു സർഫി എന്നൊക്കെ പറയുമ്പോൾ ഓരോ വാക്കുകളും അതിനൊരു അടിസ്ഥാനം ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന സംഗതിയാണ് നിലാമു സർഫി എന്നുള്ളത്. ഓക്കെ, പിന്നെ അടുത്തത് നിലാമു ദിലാലി. ഇങ്ങനെ 4 ഇനങ്ങളായിട്ടാണ് അറബി ഭാഷ എന്നല്ല, മൊത്തത്തിൽ എല്ലാ ഭാഷകളും എന്ത് ചെയ്തിട്ടുള്ളത്, ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മർഹലയിൽ എന്ന് വെച്ചാൽ ഈ ഒരു കിതാബിൽ, അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ പഠിക്കുന്ന ഈ ഒരു സെമസ്റ്ററിൽ, അല്ലെങ്കിൽ ഈ ഇയർ നമ്മൾ പഠിക്കുന്നത് അന്നിലാമു നഹ്വ്, അതേപോലെ എന്ന് വെച്ചാൽ നഹ്വ് സർഫ് ആണ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ നഹ്വ് എന്ന് പറഞ്ഞാൽ എന്താ? അമ്മൻ നഹ്വ്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് നഹ്വ് എന്നുള്ളത്. അപ്പോൾ അമ്മൻ നഹ്വ് ഫഹുവ ദിറാസത്തുൻ അനി തറാക്കീബി വഹുവ ഇൽമുൻ യർതകിസു അലാ നിലാമി തഅലീഫിൽ ജുമൽ. അപ്പോൾ നഹ്വ് എന്ന് പറഞ്ഞാൽ ചോദ്യം വരുമ്പോൾ എന്തായാലും ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വഹുവ ദിറാസത്തുൻ അനി തറാക്കീബി, ഓരോ ജുംലകളുടെ അതിൻ്റെ ഘടനകളെക്കുറിച്ച് പറയുന്ന ഒരു പഠനമാണ്. വഹുവ ഇൽമുൻ യർതകിസു അലാ നിലാമി തഅലീഫിൽ ജുമൽ, ജുംലകൾ, സെൻറ്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു ഇൽമാണ് ഇൽമുൻ നഹ്വ് എന്ന് പറഞ്ഞാൽ. വസ്സർഫു, അപ്പോൾ ഇൽമു സർഫ് എന്ന് പറഞ്ഞാലോ ദിറാസത്തുൻ അനിൽ കലിമാത്തി അവിൽ മുഫ്രദാത്ത് എന്ന് വെച്ചാൽ
ഓരോ കെലിമത്തുകൾ, ഓരോ വാക്കുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഓരോ ഡിഫറൻറ്റ് സെൻറ്റൻസുകളെക്കുറിച്ച് പറയുന്ന ഇൽമാണ്. അതിനെക്കുറിച്ച് പഠിക്കുന്ന ഇൽമിനാണ് ഇൽമു സർഫ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇൽമു നഹ്വ് എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസ് കൂടുമ്പോൾ ആ സെൻറ്റൻസിൽ എന്തൊക്കെയുണ്ട് എന്ന് പറയുന്ന ഇൽമാണ്. എന്നാൽ ഇൽമു സർഫ് എന്ന് പറയുമ്പോൾ ആ സെൻറ്റൻസിലുള്ള ഓരോ കെലിമത്തുകളെക്കുറിച്ചും പഠിക്കുന്ന ഇൽമാണ് ഇൽമു സർഫ് എന്ന് പറഞ്ഞാൽ. അതിൽ ഒന്നാമത്തെ കെലിമത്ത് എവിടെ നിന്ന് വന്നു എന്നതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഇൽമാണ് ഇൽമു സർഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നോക്കൂ, നമുക്കൊരു ഉദാഹരണ സഹിതം നമുക്ക് എന്ത് ചെയ്യാം, വ്യക്തമാക്കാം. നോക്കൂ, ഖാലിദുൻ എന്നുള്ള ഒരു ഉദാഹരണം കണ്ടല്ലോ. ഫി ഹാദൽ മിസാൽ നറ അനാസുറ നഹ്വ് വസ്സർഫ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, നഹ്വിൻ്റെയും സർഫിൻ്റെയും വ്യത്യസ്തമായ ഇനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് അപ്പോൾ നെഹ്വ് നോക്കൂ, നെഹ്വ് ഖാലിദുൻ അല്ലേ, നെഹ്വിനെ കുറിച്ച് പറയുമ്പോൾ ഖാലിദുൻ. എന്ന് പറയുന്ന ഒരു ഫിഅലാണ്, ഖാലിദുൻ എന്നുള്ളത് ഒരു ഫായിലാണ് അല്ലേ, ഇസ്മാണ്. അതോടുകൂടി ആ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്. അപ്പോൾ വന്നതാരാണ്, ഖാലിദാണ്. അപ്പോൾ വരിക എന്നുള്ള പ്രവൃത്തി ചെയ്ത ആൾ ഖാലിദാണ്. അപ്പോൾ എന്നുള്ളത് ഫിഅലും ഖാലിദ് എന്നുള്ളത് ഫായിലുമാണ്. എന്നാൽ സർഫിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അമ്മ അനാസുറു സർഫി ഫതദ്ഹറു ഫിൽ ഉമൂരി താലിയ. താഴെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇതിൽ സർഫിൻ്റെ ഘടനകളായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കൂ, എന്നുള്ളത് ഫിഅലു മാളിയാണ്, സുലാസിയാണ്, ഫിഅലു മഅറൂഫാണ്, ലാസിമാണ്. ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ നെഹു മാത്രം ഒരാൾ പഠിച്ചു എങ്കിൽ എന്ത് ചെയ്യൂല, എന്നുള്ളത് സുലാസിയാണോ അതോ ഫിഅലു മഅറൂഫാണോ ലാസിമാണോ എന്നുള്ളത് കിട്ടൂല. മറിച്ച് ഇൽമു സർഫും ഇൽമു നഹ്വും കൂടി കൂട്ടി പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇത് ഫിഅലു മാളിയാണോ ഫിഅലു മുദാരിയാണോ സുലാസിയാണോ റുബാഇയാണോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അടുത്ത് ഖാലിദ് എന്നുള്ളത് നമ്മൾ നഹ്വിയ രീതിയിൽ പറഞ്ഞപ്പോൾ എന്തായിരുന്നു, അത് ഫായിലായിരുന്നു. പക്ഷേ സർഫിയ രീതിയിൽ വന്നപ്പോൾ ഖാലിദ് മുദക്കറുമാണ് മുഫ്രദുമാണ് അല്ലേ. ഒരു ഖാലിദേ ഉള്ളൂ. കുറേ ഖാലിദീങ്ങളുണ്ടെങ്കിൽ അവിടെ ജം ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ ഇനി ഒരു സ്ത്രീ ആണെങ്കിൽ അവിടെ മുഅന്നസും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ അറബി ഭാഷയുടെ ജുംലകളെയും അതിൻ്റെ വാക്കുകളെയും വേർതിരിച്ച് പഠിക്കുന്ന, അതിൻ്റെ ഘടനകളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഇൽമാണ് ഇൽമുൻ നഹ്വ്. അതുപോലെ ഓരോ മുഫ്രദാത്തുകളെക്കുറിച്ചും ഓരോ കലിമത്തുകളെക്കുറിച്ചും പഠിക്കുന്ന ഇൽമാണ് ഇൽമു സർഫ്. ഇത് രണ്ടും അറിഞ്ഞിരിക്കൽ വളരെ നിർബന്ധമാണ്. അല്ലെങ്കിൽ അറബി ഭാഷ പഠിക്കാൻ ഒന്നും കൂടി പ്രയാസം ഉണ്ടാവും എന്ന് മാത്രം. ഇനി നോക്കൂ, അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? അൽ കലിമത്തു വ അൻവാഉഹ. അൽ കലിമത്തു വ അൻവാഉഹ. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കെലിമത്തും അതിൻ്റെ ഇനങ്ങളും. എന്താണ് കെലിമത്ത്, അതിന് എത്ര ഇനങ്ങളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അവിടെ 2-3-4 ഉദാഹരണങ്ങളുണ്ട്. യംഷി അഹ്മദുൻ ഇലസ്സൂഖി, അൽ ഉസ്ഫൂറു ഫിൽ ഖഫസി, അൽ ളുറൂഫു ഖാസിയത്തുൻ, സാഫറ മുഹമ്മദുൻ ഇലാ ദുബൈ, റജഅൽ ഉമ്മാലു മിനൽ മസ്നഇ. അപ്പോൾ നമ്മൾ നോക്കൂ, യംഷി നടക്കുന്നു, അഹമ്മദ് നടക്കുന്നു, ഇലസ്സൂഖി അങ്ങാടിയിലേക്ക് നടക്കുന്നു അല്ലേ. അതിൽ 4 കലിമത്തുകളാണുള്ളത് അല്ലേ. അടുത്ത് നോക്കൂ, അൽ ഉസ്ഫൂറു ഫിൽ ഖഫസി, അൽ ഉസ്ഫൂറു കുരുവി, ഫിൽ ഖഫസി കൂട്ടിലാണ്. ഫി എന്നുള്ളത് ഹർഫാണ് അല്ലേ. ഫിൽ ഖഫസി കൂട്ടിലുണ്ട് അല്ലെങ്കിൽ കൂട്ടിലാണ്. പിന്നെ അൽ ളുറൂഫ് ഖാസിയത്തുൻ. ളുറൂഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറകൾ അല്ലെങ്കിൽ ബാഗ് എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥമാക്കാം. ഖാസിയത്തുൻ ഇടുങ്ങിയതാണെന്ന് വെച്ചാൽ ടൈറ്റാണ്. സാഫറ മുഹമ്മദുൻ ഇലാ ദുബൈ, മുഹമ്മദ് ദുബായിലേക്ക് യാത്ര ചെയ്തു. റജഅൽ ഉമ്മാലു ജോലിക്കാർ ലാബേഴ്സ് മടങ്ങി, മിനൽ മസ്നഇ അവരുടെ ഫാക്ടറിയിൽ നിന്നും കമ്പനിയിൽ നിന്നും മടങ്ങി. അപ്പോൾ നോക്കൂ, ഇതിലിപ്പോൾ വ്യത്യസ്തമായ ഒന്നാമത്തെ ഉദാഹരണത്തിൽ നമുക്ക് കാണാം 4 കലിമത്തുകളുണ്ട്. രണ്ടാമത്തെ ഉദാഹരണത്തിലോ 3 എണ്ണേ ഉള്ളൂ. അതിനടുത്ത ഉദാഹരണത്തിൽ 2 കലിമത്തുകളേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ജുംലയിൽ പെടുമോ, ഇതൊക്കെ കലിമത്തിൽ പെടുമോ എന്നാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ നുലാഹിൽ അന്ന കുല്ല ജുംലത്തിൻ മിനൽ ജുംലത്തിൽ മദ്കൂറ അലാഹു തതകവ്വനു മിൻ കലിമാത്തിൻ മുഖ്തലിഫ. മസലൻ അൽ ജുംലത്തുൽ ഊല മുതകവ്വനത്തുൻ മിൻ 4 കലിമാത്ത് യംഷി അഹ്മദ് ഇല സൂഖി വകദാലിക്കൽ ജുംലൽ ഉഖ്റ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, 4 കലിമത്തുകളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഒന്ന് യംഷി, ഒന്ന് അഹ്മദ്, ഒന്ന് ഇല, ഒന്ന് സൂഖ്. അപ്പോൾ കലാമ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. കലാമ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കലിമത്തുകൾ കൂടി ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, സ്വാഭാവികമായിട്ട് നമുക്ക് അടുത്ത ചോദ്യം വരും, എന്താണ് കലിമത്തുകൾ എന്നുള്ളത്.
അപ്പോൾ നമ്മളടുത്ത് അതിന് ഉത്തരം പറയുന്നു വൽ കലിമത്തു സലാസത്തു അൻവാഇൻ, കലിമത്ത് എന്ന് പറഞ്ഞാൽ 3 ഇനങ്ങളാണ്. അപ്പോൾ കലിമത്തുകൾ എത്ര? കലാമ് എന്ന് പറഞ്ഞാൽ അത് കലിമത്തിൻ്റെ മുഫ്രദാണ്. അപ്പോൾ എന്താണ് കലിമത്ത്? കലിമത്ത് തന്നെ അത് 3 ഇനങ്ങളുണ്ട്. ഒന്ന് ഇസ്മുൻ, പിന്നെ അത് രണ്ടാമത്തത് ഫിഅലുൻ, മൂന്നാമത്തത് ഹർഫുൻ. അപ്പോൾ കലിമത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മ്, ഫിഅൽ, ഹർഫ്, ഇങ്ങനെ 3 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്താണ് ഇസ്മ്, എന്താണ് ഫിഅൽ, എന്താണ് ഹർഫ് എന്നുള്ളത് എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത പേജിലേക്ക് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തത് അൽ ഇസ്മു. ഇസ്മു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാണ് ദല്ല അല ഇൻസാനിൻ ഔ മക്കാനിൻ ഔ ഹൈവാനിൻ ഔ നബാത്തിൻ ഔ ജമാദിൻ. ഒരു മനുഷ്യനെയോ ഒരു സ്ഥലത്തെയോ ഒരു മൃഗത്തെയോ ഒരു സസ്യത്തെയോ അതല്ലാത്ത ജീവനില്ലാത്ത അചേതന വസ്തുക്കളെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നിനാണ് ഇസ്മു എന്ന് പറയാം. ഉദാഹരണത്തിന് എൻ്റെ പേര് സുബൈർ അല്ലേ? അപ്പോൾ സുബൈർ എന്ന് പറഞ്ഞാൽ ഞാനാണ്. അപ്പോൾ എൻ്റെ ഇസ്മാണ് സുബൈർ. അപ്പോൾ ഒരാൾ ഇന്നങ്ങനെ കാണുകയാണ്. അപ്പോൾ കാണുമ്പോൾ മസ്മുഹു എന്ന് ചോദിക്കൂലേ, അയാളുടെ പേരെന്താണ്? അപ്പോൾ നമ്മൾ മലയാളത്തിൽ അതിന് പേര് എന്ന് പറയും, അറബിയിൽ അതിന് ഇസ്മു എന്ന് പറയും. അപ്പോൾ ഇനി അതേപോലെ നമ്മൾ നാളെ നമുക്കൊരു സ്ഥലം വരെ പോകാണ്ട്. അപ്പോൾ ഏത് സ്ഥലത്തേക്കാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നു മൂന്നാർ. അപ്പോൾ ഇസ്മു മക്കാനായി അല്ലേ? അതേപോലെയാണ് ബാക്കിയുള്ളൊന്ന് ഹൈവാന്, നബാത്ത്, ജമാത്ത് എന്നുള്ള ഈ 4-5 കാര്യങ്ങളെ കുറിച്ചും നമുക്ക് എന്ത് ചെയ്യാം? സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു സംഗതിയാണ് എന്ത്? ഇസ്മു എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നമ്മൾ നോക്കി യംഷി അഹ്മദുൻ ഇല സൂഖി അല്ലേ? അഹ്മദ് ഇസ്മാണ് അല്ലേ? സൂക്ക് അങ്ങാടി അല്ലേ? നമ്മൾ ഏതോ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏത് സ്ഥലത്തേക്കാണ്? നമ്മൾ ടൗണിൽ പോകണം. അപ്പോൾ ടൗൺ എന്നുള്ളത് ആ ഒരു സ്ഥലത്തിൻ്റെ ഇസ്മാണ്. അടുത്ത ഉസ്ഫൂർ, കുരു അല്ലേ? പിന്നെ കഫസ് എന്ന് പറഞ്ഞാൽ എന്താ? കൂട് അല്ലേ? കിളി എവിടെയുള്ളത്? ആ സ്ഥലത്ത്. ഏത് സ്ഥലത്ത് നമ്മൾ ചോദിക്കുമ്പോൾ അപ്പോൾ അവിടെ നിന്ന് പറയാം കൂട്ടിലാണ്. കൂട് എന്നുള്ളത് ആ സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ അതേപോലെ ലുറൂഫ് എന്നുള്ളതും അങ്ങനെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതുപോലെയാണ് ബാക്കിയുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇസ്മുകൾ എന്നുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അഹ്മദ്, സൂഖ്, ഉസ്ഫൂർ, പിന്നെ ഖഫസ്, ലുറൂഫ്, മുഹമ്മദ്, ദുബൈ, ഉമ്മാൽ, മസ്ന, ഇങ്ങനെ ഈ പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച 4 ഉദാഹരണങ്ങളിലുള്ള ഇസ്മുകൾ. ഇനി അടുത്തത് അൽ ഫിഅലു. ഫിഅൽ എന്താണ്? മാ ദല്ല അല ഹദസിൻ ഫീ സമനിൻ മുഅയ്യനിൻ, ഒരു പ്രത്യേക കാലത്ത് സംഭവിക്കുന്ന ഒരു സംഭവം അല്ലേ? അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, അതിനാണ് ഫിഅൽ എന്ന് പറയാം. ഉദാഹരണത്തിന് അവൻ വന്നു. എപ്പോഴാണ് വന്നത്? ഇപ്പോൾ വന്നു. അപ്പോൾ അവൻ വന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ വന്നു എന്നുള്ളത് എന്താണ്? പ്രസൻ്റ് ആണ് അല്ലേ? അതേപോലെ ഇനി അവൻ വരും. അവൻ ഇനി നാളെ വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ അത് ഫ്യൂച്ചറാണ്. അവൻ ഇന്നലെ വന്നു. അപ്പോൾ അത് മാദിയാണ്, എന്ന് വെച്ചാൽ പാസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു ഉണ്ടാവുന്ന ഒരു സംഭവത്തിനാണ് ഫിഅൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എംഷി, അവൻ നടക്കുന്നു. അതെന്താണ്? ഇപ്പോൾ പ്രസൻ്റാണ്, അവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എംഷി അതൊരു ഫിഅലാണ്. സാഫറ മുഹമ്മദിന്, അവൻ യാത്ര പോയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇന്നലെ പോയിട്ടുണ്ട്. റജ, അവൻ മടങ്ങി വന്നു അല്ലേ? അല്ലെങ്കിൽ അവർ മടങ്ങി വന്നിട്ടുണ്ട്. റജാൽ ഉമ്മാലു, അവർ മടങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഫിഅൽ എന്ന് പറഞ്ഞാൽ. അടുത്തതോ അൽ ഹർഫ് എന്ന് പറഞ്ഞാൽ എന്താ? മാ ലാ യതിമു മഅനാഹു ഇല്ലാ മഅ ഗൈരിഹി. ഒന്നാണ്. ലാ യതിമു മഅനാഹു, ആ ഒന്നിൻ്റെ അർത്ഥം പൂർത്തിയാവുകയില്ല. ഇല്ലാ മഅ ഗൈരിഹി, മറ്റൊന്നിനോട് കൂടെയല്ലാതെ. ഉദാഹരണം എന്ന് വെച്ചാൽ ഇത് ഹർഫ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം കിട്ടണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ കൂടെ എന്ത് ചെയ്യണം? അത് ചേർന്ന് വരണം. ഉദാഹരണത്തിന് ഇല, ലേക്ക്, എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലല്ലോ. മറിച്ച് ഇലൽ ബൈത്തി എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക്. അപ്പോൾ അതിനൊരു അറിയാം. പക്ഷെ ബൈത്ത് എന്ന് മാത്രം പറഞ്ഞാൽ അർത്ഥം കിട്ടില്ല, വീട് എന്ന് അർത്ഥമുള്ളൂ. അപ്പോൾ ഇല എന്ന് ചേർത്ത് വീട്ടിലേക്ക്. അപ്പോൾ ഒരു നല്ലൊരു അർത്ഥമുണ്ട് അല്ലേ? അപ്പോൾ ഇതുപോലെ മറ്റൊന്നിനോട് കൂടെ വരുമ്പോഴല്ലാതെ അർത്ഥം പൂർത്തിയാകാത്തതിന് ഹർഫ് എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് കെലിമാത്ത് അല്ലേ? കലാമ് പറഞ്ഞാൽ എന്താണ്? അത് കെലിമത്തിൻ്റെ ഒരു മുഫ്രദാണ് അല്ലേ? എന്താണ് കെലിമത്ത് എന്ന് പറഞ്ഞാൽ? അപ്പോൾ എന്താ കെലിമാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മ്, ഫിഅൽ, ഹർഫ്. ഇസ്മ്, ഫിഅൽ, ഹർഫ്. എന്താണ് ഇസ്മ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മനുഷ്യനെയോ ഒരു വ്യക്തിയെയോ ഒരു സ്ഥലത്തെയോ ഒരു മൃഗത്തെയോ മറ്റെന്തെങ്കിലും വസ്തുവിനെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതിനാണ് ഇസ്മ എന്ന് പറയാം. അപ്പോൾ ഫിഅൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലത്ത്
നടന്നുകൊണ്ടിരിക്കുന്നതോ നടന്നു കഴിഞ്ഞതോ നടക്കാനിരിക്കുന്നതോ ആയ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ ഫിഅലു എന്ന് പറയും. ഹർഫ് എന്ന് പറഞ്ഞാൽ ഹർഫ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനോട് കൂടെ വരാതെ അതിൻ്റെ അർത്ഥം പൂർത്തിയാവൂല, അങ്ങനത്തെ ഒരു വാക്കിനാണ് ഹർഫ് എന്ന് പറയാം. എല്ലാത്തിനും നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞു. നിങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.